നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 30 വാമനാവതാരം ശ്ലോകം 3. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാഃ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. തസ്യ അവധൗ, തസ്യാവധൗ, ധൗ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വയി നിലീനമതേർ അമുഷ്യാ, അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. നിലീനമതേരമുഷ്യാ ശ്യാമ ചതുർഭുജവപു, അവിടെയും വിസർഗമുണ്ട്. ചതുർ എന്ന് ചേർത്ത് ചൊല്ലുമ്പോഴാണ് ചതുർ എന്ന് വരുന്നത്. ശ്യാമ ചതുർഭുജവപു, ശ്യാമശ്ചതുർഭുജവപു, അവിടെ വിസർഗം ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്വയം ആവിരാസി, സ്വയമാവിരാസി, അവിടെയും നീട്ടിയിട്ട് വിസർഗം. നമ്രാം ച താം ഇഹ, താമിഹ ഭവത്തനയോ, ഭവത് തനയോ ചേർത്തിട്ട് ഭവത്തനയോ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവേയം, ഇവിടെയും ഭ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഗോപ്യം മദീക്ഷണം ഇതി ചേർത്തിട്ട് മദീക്ഷണമിതി, ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രലപൻ അയാസി, ഇവിടെ നീട്ടിയിട്ട് വിസർഗം ലാസ്റ്റിൽ. പ്രലപന്നയാസി, അങ്ങനെ നിർത്താം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യാഃ ശ്യാമശ്ചതുർഭുജവപുഃ സ്വയമാവിരാസി നമ്രാം ച താമിഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപന്നയാസി. അടുത്തത് 4ാമത്തെ ശ്ലോകം. ത്വം കാശ്യപേ തപസി സന്നിദധത്തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്ര പ്രാസൂത ച പ്രകടവൈഷ്ണവ ദിവ്യരൂപം സാദ്വാദശീ ശ്രവണ പുണ്യദിനേ ഭവന്തം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ത്വം കാശ്യപേ തപസി സന്നിദധത് തദാനീം ചേർത്ത് ചൊല്ലുമ്പോൾ താന്ന് ഡബിളായിട്ടുണ്ട്. സന്നിദധത് തദാനീം നീട്ടിയിട്ട് മുറുക്കം. ദ എന്നുള്ളത് ദയേൽത്തെ, ഥ എന്നുള്ളത് ധനം എന്നുള്ളതിൻ്റെ, തദാനീം 2 താന്ന് ചേർത്തിട്ട് ഒന്നിച്ച് ചൊല്ലണം. അത് തദാനീം. വീണ്ടും ദ എന്നുള്ളത് ദയേൽത്തെ. സന്നിധ ഥ, ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. പ്രാപ്ത അസി, പ്രാപ്തോസി ഗർഭം അതിതേ, അവിടെ വിസർഗമുണ്ട്. അപ്പോൾ ഗർഭമതിതേ, അങ്ങനെ വിസർഗം ചൊല്ലണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അതിതേ എന്നുള്ളതിൻ്റെ ദീന്ന് ദേൽത്തെ ദ എന്നാണ്. പ്രണുതോ വിധാത്ര, വിധ എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയണം. പ്രാസൂത ച പ്രകട വൈഷ്ണവ ദിവ്യരൂപം, വൈഷ്ണവ ദിവ്യരൂപം ദീന്ന് ദേൽത്തെ. സാ ദ്വാദശി, ഇവിടെ അതേപോലെ ദാന്ന് ദേൽത്തേണ്. ദ്വാദശി ശ്രവണ പുണ്യദിനേ ഭവന്തം, ശ്രവണ പുണ്യദിനേ ഭവന്തം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വം കാശ്യപേ തപസി സന്നിദധത്
തദാനീം പ്രാപ്തോസി ഗർഭമദിതേ പ്രണുതോ വിധാത്രാ പ്രാസൂത ച പ്രകടവൈഷ്ണവദിവ്യരൂപം സാദ്വാദശീ ശ്രവണപുണ്യദിനേ ഭവന്തം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.